ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാറോ ഗൈഡൻസ് ആണ്. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു പോയിന്റിലും ഓക്കെ, ഇപ്പം ഈ ഒരു കറണ്ട് പോയിന്റിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാറണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ഗ്രേഡ് ആകണം എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അതിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി എപ്പോഴും എന്താണെന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഓക്കെ, എന്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ഉടനെ മാറ്റം വരുത്തേണ്ടത്, എന്തിലാണ് നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം നടത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കണം എന്നില്ല. ഓക്കെ, അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും കൂടുതൽ പ്രശ്നങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക. കാരണം കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്ത് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങളോട് ഇപ്പൊ പറയുന്നത് എന്താണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഏതൊരു കാര്യത്തിലാണ് നിങ്ങളൊരു വിജയം, ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നത്, അവിടെ ഫോക്കസ് ചെയ്യുക. ആ ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അവിടെ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ സ്ട്രഗിൾസ് മാറണമെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് നിങ്ങളാൽ കഴിയുന്ന ആക്ഷൻസ് എടുക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുക. അങ്ങനെ അറ്റ് എ ടൈം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നൊന്നായി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും കൃത്യമായ ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റാതെ വരികയും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യത ഇല്ലാതാകുകയും ചെയ്യും. അത് നിങ്ങളിലേക്ക് കൂടുതൽ നിരാശയും പിന്നെ നിങ്ങൾക്ക് ഒരു സംശയമാണ് ഉണ്ടാകുക. ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പുരോഗതി ഉണ്ടാവാത്തത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലേ, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളാണ് പിന്നെ ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങളെ കൂടുതൽ ലോ വൈബ്രേഷണൽ എനർജിയിലാണ് ഇടുക. അപ്പൊ എപ്പോഴും ഏതൊരു പോയിന്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ എന്താണ് എന്റെ ടോപ്പ് പ്രയോറിറ്റി, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഏറ്റവും ടോപ്പ് ഫോക്കസിൽ നിൽക്കേണ്ട കാര്യം എന്താണ്, അത് നോക്കുക. അതിലെന്ത് മാറ്റം വരുത്തണമെന്ന് നോക്കുക. അതനുസരിച്ച് ആക്ഷൻസ് എടുക്കുക. ഓക്കെ.